ഇനി നമുക്ക് എയർ ഫ്രയറിൽ ഒരു പപ്സ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. പിന്നെ അതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. ഞാനിതിൽ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അതിലേക്ക് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ കെച്ചപ്പ് ഒഴിക്കുക, ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക. അത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കുക. അത് നന്നായിട്ട് വറ്റണ വരെ അത് വേവിച്ചെടുക്കുക. ഈ ഒരു പരുവം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പഫിൻ്റെ ഷീറ്റ് എടുക്കുക. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് വെക്കുക. പിന്നെ ബോയിൽ ചെയ്ത എഗ്ഗ് മുറിച്ചിട്ട് അതിലേക്ക് വെക്കുക. എന്നിട്ട് കോണോട് കോൺ ചേർത്തിട്ട് പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മുട്ടയിൽ ഒരു സ്പൂൺ പാലൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുക. അങ്ങനെ എല്ലാത്തിലും ചെയ്യാം. ഇത് വെച്ചപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റുള്ള വീഡിയോ ആണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. 200-ൽ ഒരു 20 മിനിറ്റ്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, അതാണ് അങ്ങനെ കാണിക്കണത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.